ഇനി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനും ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ എല്ലാം ഒരു കറി മതി എങ്കിൽ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. ഇതാണെങ്കിൽ ബാച്ചിലേഴ്സിനും പാചകം പഠിച്ചു വരുന്നവർക്കും എല്ലാം ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പി കേട്ടോ. ടേസ്റ്റിന്റെ കാര്യത്തിലൊന്നും ഒരു രക്ഷയും ഇല്ല. എന്നാൽ പിന്നെ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് എളുപ്പത്തിലൊന്ന് കണ്ടു നോക്കിയാലോ. അതിനു മുന്നേ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇത് ഉണ്ടാക്കാനായി ആദ്യം ഒരു മസാല ഒന്ന് റെഡിയാക്കണം. അതിനായി ഒരു മിക്സിയുടെ ജാറൊന്ന് എടുത്ത് വെച്ച് അതിലേക്ക് ഒരു 2 തക്കാളി ഇട്ട് കൊടുക്കുക. കൂടെ ഒരു 4 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയുടെ കഷ്ണം 2ആയിട്ട് മുറിച്ചതും കൂടെ ചേർത്ത് ഇതുപോലെ അങ്ങ് അരച്ചങ്ങെടുത്ത് മാറ്റി വെക്കാം. ഇനി ഇത് ഉണ്ടാക്കാനായി ഒരു പാൻ ഒന്നെടുത്ത് അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു ക്യാപ്സിക്കത്തിന്റെ പകുതിയും ഒരു 10-15ഓളം കുഞ്ഞുള്ളിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്യാം കേട്ടോ. ഇങ്ങനെ സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ലത്. അപ്പോൾ ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഈ കുഞ്ഞുള്ളിയുടെ ഒക്കെ കളർ ചെറുതായിട്ടൊന്ന് മാറി ഈ പരുവം വരെ ഒന്നങ്ങ് വഴറ്റിയെടുക്കാം കേട്ടോ. ഇനി ഇത് ഈ പാനിൽ നിന്നങ്ങ് അങ്ങോട്ടങ്ങ് മാറ്റി വെക്കാം. ഇനി വീണ്ടും അതേ പാനിലേക്ക് തന്നെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും 1/4 ടീസ്പൂൺ വലിയ ജീരകം, അതായത് പെരുംജീരകം കൂടെ ചേർത്ത് ചെറുതായിട്ടൊന്നങ്ങ് റോസ്റ്റ് ചെയ്ത് എടുക്കാം കേട്ടോ. ഇതൊന്ന് റോസ്റ്റ് ആയി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു വലിയ സവാള പൊടിയായിട്ട് അരിഞ്ഞതും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം. സവാളയൊക്കെ ഇത്ര പൊടിയായിട്ട് അരിഞ്ഞ് കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അല്പം വലുതായിട്ട് അരിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഞാനിത് ചോപ്പറിൽ എളുപ്പത്തിൽ അങ്ങ് അരിഞ്ഞെടുത്തേ ഉള്ളൂ കേട്ടോ. അപ്പം ഇതൊന്ന് അല്പം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ എത്തുന്നവരെയും ഒന്നങ്ങ് വഴറ്റിയെടുക്കണം. അതിന് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഒന്നങ്ങ് വഴറ്റി കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ കളറൊക്കെ മാറി വെന്ത് കിട്ടും. അപ്പോൾ ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഈ പരുവം വരേക്ക് ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവും കേട്ടോ. ഒരു ഗോൾഡൻ ബ്രൗൺ കളറിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് മാറ്റി വെച്ച മിക്സും കൂടെ ചേർത്ത് വീണ്ടും അതിന്റെ പച്ചമണം മാറുന്നവരെയും ഒന്നും കൂടെ അങ്ങ് വഴറ്റിയെടുക്കാം കേട്ടോ. ഈ തക്കാളിയുടെ ഒക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറി നല്ലപോലെ ഒന്ന് വെന്ത് വരണം കേട്ടോ. അതുവരെയും ഒന്നങ്ങ് വഴറ്റിയെടുക്കണം. കൂടെ ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അല്ല, അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു കറി കേട്ടോ. രാവിലെ ആകുമ്പോഴുള്ള ഇനി എന്തുണ്ടാക്കും കറി എന്നുള്ള ടെൻഷനൊക്കെ അങ്ങ് മാറ്റിവെക്കാം. ഒരുപാട് പച്ചക്കറികളുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഇതുണ്ടാക്കാൻ. അപ്പോൾ ഇതിന്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോഴേക്കും ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നവരെ ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ പൊടികളൊക്കെ ചേർക്കുമ്പോൾ ഫ്ലെയിം ഒക്കെ ഒന്ന് കുറച്ച് വെക്കണം കേട്ടോ. ഇത് നല്ലപോലെ ഒന്ന് വഴറ്റി ഒരു 1 മിനിറ്റ് ഒക്കെ വഴറ്റുമ്പോഴേക്കും നമ്മുടെ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി എണ്ണയൊക്കെ തെളിഞ്ഞു വരും. അതുവരെയും ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവും കേട്ടോ. ഇപ്പോൾ ഇതൊന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ മിക്സിയുടെ ജാറ് കഴുകി ഒരു 1/2 കപ്പോളം വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും ഇത് ആ മസാലയുമായി നല്ലപോലെ ഒന്നങ്ങ് യോജിപ്പിച്ചെടുക്കാം കേട്ടോ. ഇതൊന്ന് യോജിപ്പിച്ചതിന് ശേഷം ഇതൊന്ന് തിളയ്ക്കാനായി വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതൊന്ന് തിളച്ച് കുറച്ചും കൂടെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയം ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തൈര് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. തൈര് എടുക്കുമ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ കട്ടകളൊക്കെ ഒന്ന് ഉടച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. വീണ്ടും ഇതൊന്നും കൂടെ അങ്ങ് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. ആ മസാലയുമായി തൈര് നന്നായിട്ട് അങ്ങ് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. ആ തൈരെടുത്ത പാത്രത്തിൽ തന്നെ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഏതാണ്ട് ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി വീണ്ടും ഇതൊന്നും കൂടെ അങ്ങ് മിക്സ് ആക്കി എടുക്കാം. ഈ സമയം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് വീണ്ടും ഒന്നും കൂടെ ഒന്ന് മിക്സ് ആക്കി ഇതൊന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഫ്രൈ ആക്കി വെച്ച നമ്മുടെ കുഞ്ഞുള്ളിയും ക്യാപ്സിക്കവും കൂടെ ഇട്ട് വീണ്ടും ഒന്നും കൂടെ അങ്ങ് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് ഒന്നും കൂടെ വേവിച്ചെടുത്താൽ നമ്മുടെ പണി കഴിഞ്ഞു കേട്ടോ. ടേസ്റ്റി ആയിട്ടുള്ള കറി ഇവിടെ റെഡി ആയി വരും. ഇപ്പൊ ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കറിയൊക്കെ ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ അത്യാവശ്യം ഒന്ന് വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് റെഡിയായി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് കുറച്ച് കസൂരി മേത്തിയും കൂടെ ചേർത്ത് കൊടുത്താൽ നമ്മുടെ സൂപ്പർ ആയിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ചോറിന്റെ കൂടെയും ദോശയുടെ കൂടെയും എന്തിന്റെ കൂടെയും വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന ഒരു നല്ല കറിയാട്ടോ. അപ്പം ഇനിയും ഒരുപാട് റെസിപ്പികളുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.